പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി തിരുവനന്തപുരത്തേക്ക് പോകണം. അവിടെ ബാലരാമപുരത്തെ സ്ലാബിൻ്റെ കാര്യം എന്തായി എന്നല്ലേ. ഇന്നിപ്പോൾ എന്തായാലും ബാലരാമപുരത്തെ സ്ലാബ് ഏത് നിമിഷവും പൊളിക്കാനായി പ്രത്യേക ഉത്തരവിറക്കില്ല. ആദ്യ ഉത്തരവ് പ്രകാരം തന്നെ തുടർ നടപടികൾ സ്വീകരിക്കും. ജില്ലാ ഭരണകൂടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്തുണ്ടാകണമെന്ന് ഫോറൻസിക് സംഘത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ സ്ലാബ് പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കുടുംബമുള്ളത്. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നും സമാധി വാർത്തയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ലാബ് പൊളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് തന്നെ പൊളിച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം. പകൽ വെളിച്ചത്തിലാണല്ലോ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടത്. കുടുംബം പ്രതിരോധിക്കാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് കൂടുതൽ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്തായാലും ഇപ്പോൾ നാട്ടുകാരിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഈ കാര്യം സത്യം അറിയണം എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ റഹീസ് റഷീദ്? യെസ്, ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഇന്ന് ആ കാര്യത്തിൽ, അല്ലെങ്കിൽ ഗോപൻ സ്വാമിയുടെ സ്ലാബിനകത്തിരിക്കുന്ന ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നത് ഏറെക്കുറെ ഒരു വ്യക്തത വരും. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം മുതൽ ഏത് സമയത്തും ആ സ്ലാബ് പൊളിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ജില്ലാ ഭരണകൂടം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വരെ പറഞ്ഞിരുന്നത് പ്രത്യേകമായ ഒരു ഉത്തരവിറക്കി ആ ഉത്തരവിൽ ഡേറ്റ് കാണിച്ച് ആ ഡേറ്റിൽ ആ സമയത്ത് പൊളിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ ജില്ലാ ഭരണകൂടം നിയമോപദേശം തേടിയപ്പോൾ ആദ്യ ഉത്തരവിൽ പറഞ്ഞ സമയത്ത് പൊളിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പിന്നീടൊരു ഉത്തരവ് ഇറക്കേണ്ടതില്ല. ആദ്യ ഉത്തരവ് അനുസരിച്ച് കൃത്യമായി സാഹചര്യം വരുമ്പോൾ ഇത് പൊളിക്കാമെന്ന നിയമോപദേശമാണ് നൽകിയത്. അതായത് ഇനി ഗോപൻ സ്വാമി ഇരിക്കുന്ന ആ സ്ലാബ് പൊളിക്കാൻ പ്രത്യേകമായ ഉത്തരവ് ഇറങ്ങില്ല. ആദ്യ ഉത്തരവ് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി ജില്ലാ കളക്ടർ ആ ഉത്തരവ് നെയ്യാറ്റിൻകര സ്റ്റേഷൻ ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. ഇനി മുഴുവൻ നടപടിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് നെയ്യാറ്റിൻകര സ്റ്റേഷൻ ഓഫീസർ ചെയ്യണം. അതായത് അവിടുത്തെ DYSP ഷാജിക്കാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഒപ്പം റവന്യൂ ഉദ്യോഗസ്ഥർ ഈ സ്ലാബ് പൊളിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം എന്ന അവരവിടെ ഉണ്ട് എന്നത് ഉറപ്പുവരുത്തണം. സബ് കളക്ടറായ OV ആൽഫ്രണ്ടിനാണ് അതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഒപ്പം ഫോറൻസിക് സർജൻ അടക്കമുള്ള ഫോറൻസിക് ഉദ്യോഗസ്ഥരോട് അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകണം എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിരിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മുതൽ ഏത് നിമിഷവും ആ സ്ലാബ് പൊളിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പെട്ടെന്ന് സ്ലാബ് പൊളിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക എന്നതാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. അതിനനുസരിച്ചുള്ള ഒരു നീക്കങ്ങളുണ്ടാകും. രാത്രി സ്ലാബ് പൊളിക്കുമോ എന്നൊരു ആശങ്ക ബന്ധുക്കൾ, അല്ലെങ്കിൽ സ്ലാബ് പൊളിക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന ആളുകൾക്കുണ്ടായിരുന്നു. അക്കാര്യം നമ്മൾ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഒക്കെ സംഭവ സ്ഥലത്ത് തന്നെ നടത്താനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഫോറൻസിക് സംഘം ആലോചിക്കുന്നത്. അത് ഡേ ലൈറ്റിൽ വേണം എന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് രാത്രി ഇത് ഏതെങ്കിലും തരത്തിൽ പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. റഹീസ്, ഇതിൽ കഴിഞ്ഞ തവണ സ്ലാബ് പൊളിക്കാൻ ശ്രമം നടത്തിയപ്പോൾ പ്രതിഷേധിച്ച് കുറച്ച് ആളുകളൊക്കെ ഇവിടെ വന്നിരുന്നു. ഇന്ന് അവർ വരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ആ സംഘടനകളുമായിട്ടൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. അവരിൽ പലർക്കും ഈ സത്യാവസ്ഥ എന്തായാലും അറിയണം, അത് കുടുംബത്തെ ബോധ്യപ്പെടുത്തി വേണം അറിയാനെന്ന് പറയുന്നു. പക്ഷേ കുടുംബം ഒരു കാരണവശാലും സ്ലാബ് പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്താൽ ഈ പ്രതിഷേധക്കാർ കുടുംബത്തിനോടൊപ്പം നിൽക്കുമോ, അതോ പോലീസിനെ സ്ലാബ് പൊളിക്കുന്നതിൽ അനുവദിക്കുമോ? അവർ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇന്നലെ ഈ സ്ലാബ് പൊളിക്കരുത് എന്നാവശ്യപ്പെട്ട് വന്ന സംഘടനകളുടെ പല നേതാക്കളുമായി നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചിരുന്നു. അവരൊക്കെ ഏറെക്കുറെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊളിക്കേണ്ടി വരും. ഇനി പൊളിക്കുന്നത് തടയാൻ നിന്നാൽ പോലീസ് കേസും മറ്റുമാകും എന്നതും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡിലേക്ക് ഹൈന്ദവ സംഘടനകളടക്കം ഇപ്പോഴില്ല. കാരണം അവർ തുടക്കം മുതൽ ആവശ്യപ്പെട്ടത് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പൊളിക്കണം എന്നൊരാവശ്യം കൂടി. പൊളിക്കുകയാണെങ്കിൽ നിയമപരമായ നടപടിക്രമങ്ങൾ, അതായത് കുടുംബത്തിന് നോട്ടീസ് നൽകണം, കുടുംബത്തിൻ്റെ അഭിപ്രായം ചോദിക്കണം, അവർ പ്രതിഷേധമുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എന്നതൊക്കെയായിരുന്നു ആവശ്യം. ആ ആവശ്യം ജില്ലാ ഭരണകൂടം അംഗീകരിച്ചു. അതനുസരിച്ച് നോട്ടീസ് നൽകി. അതുകൊണ്ട് ഇന്ന് മറ്റ് സംഘടനകളുടെ പൊളിക്കുകയാണെങ്കിൽ പൊളിക്കരുത് എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്നതുപോലെ മറ്റ് സംഘടനകൾ വരാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന് തോന്നുന്നു. പക്ഷേ
ഈ ബന്ധുക്കൾ, ഭാര്യ സുലോചന, 2 മക്കൾ, അവരുടെ ഒരു പ്രതിഷേധം അവിടെ ഉയരുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ പൊളിക്കരുത് എന്നാവശ്യപ്പെട്ട് അവിടെ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പിന്തുണയുമായി രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കും ഒരു പൊതു സാഹചര്യം ഉണ്ടാവുക. അതല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്ത്, കഴിഞ്ഞ ദിവസം നേരത്തെ പ്ലാൻ ചെയ്താണ് പല സ്ഥലത്ത് നിന്ന് ആളുകൾ എത്തിയത്. അങ്ങനെ ആളുകളെത്തി ഈ പൊളിക്കൽ തടയുന്നതിനുള്ള ഒരു നടപടി പോകുമെന്ന് തോന്നുന്നില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ പാലിച്ചു. ഉത്തരവിറങ്ങിയിട്ടുണ്ട്, നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്രൈം സീൻ പ്രകാരം എല്ലാം മാറ്റി കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ സർവൈലൻസും അവിടെയുണ്ട്. ഇനി പോലീസിന് പ്രത്യേകിച്ച് നടപടിക്രമമൊന്നും പാലിക്കാനില്ല. ഏത് നിമിഷം വേണമെങ്കിലും പോലീസിന് പൊളിക്കാനുള്ള അധികാരമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എതിരെ നിൽക്കുകയാണെങ്കിൽ ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവരുടെ മേൽ ചുമത്താനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ മരിക്കുന്നത് സ്ലാബിൽ പോയതിന് ശേഷമാണ്, ജീവനോടെയാണ് സമാധിയായത്, ആക്കിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തെളിഞ്ഞാൽ ഈ എതിർക്കാൻ വരുന്ന ആൾക്കാരുടെ കാര്യവും വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഈ എതിർക്കാൻ വരുന്നവർക്ക് അറിയാമെന്ന് തോന്നുന്നു, അല്ലേ റഹീസ്? യെസ്, സ്വാഭാവികമായും എതിർക്കാൻ വരുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ അറിയാം. എതിർക്കാൻ വന്ന പ്രധാനപ്പെട്ട നേതാക്കളോട് പോലീസ് ഇക്കാര്യവും സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ നോട്ടീസ് കൊടുക്കാതെ, ബന്ധുക്കളെ വിശ്വാസത്തിലെടുക്കാതെ പൊളിക്കൽ നടപടികളിലേക്ക് പോയത് പോലീസിന്റെ അതിബുദ്ധിയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അങ്ങനെ ഒരു നോട്ടീസ് നൽകിയാൽ ബന്ധുക്കൾ കോടതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത പോലീസ് കണ്ടിരുന്നു. അതൊഴിവാക്കി നടപടിക്രമങ്ങൾ നീട്ടിക്കൊണ്ടു പോകാതെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നതായിരുന്നു പോലീസിന്റെ മുമ്പിലുള്ള വഴി. പക്ഷേ പോലീസ് നോട്ടീസ് നൽകിയത് കൊണ്ട് സംഭവിക്കുക, ഇന്ന് ബന്ധുക്കൾ ഹൈക്കോടതിയിൽ പോകാനുള്ള ഒരു സാധ്യത കാണുന്നു. ഇന്നലെ പോകും എന്നാണ് അഭിഭാഷകൻ രഞ്ജിത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ അവർക്ക് ചില മെറ്റീരിയൽ കളക്ഷന് വന്ന താമസം കാരണം ഇന്നലെ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഒരു പക്ഷേ ഇന്ന് രാവിലെ കോടതി ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ ഹർജി ഫയൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ആ ഹർജിയിൽ കോടതി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് മാത്രമായിരിക്കും സ്ലാബ് പൊളിക്കൽ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുക. ഓക്കെ, എന്തായാലും അവിടെ നമ്മുടെ ഒരു കണ്ണു വേണം. എപ്പോൾ വേണമെങ്കിലും ഒരുപക്ഷെ ഹർജി കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസിന് ആ നടപടിക്രമങ്ങൾ നടത്താവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല കോടതിയൊന്നും ഇത്തരം കാര്യങ്ങളിൽ ഒരു കൊലപാതക സാധ്യതയുണ്ട് എന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചാൽ ഏത് കോടതി അതിനെതിരെ നിൽക്കുന്നത്? പോസ്റ്റ്മോർട്ടം നടക്കട്ടെ, അതിനുശേഷം സമാധിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ സംസ്കരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമല്ലോ എന്ന നിലപാടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കോടതി എടുക്കുക. കോടതി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ലേ? അത് ശാസ്ത്രീയമായ മനോവൃത്തിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ തന്നെയല്ലേ കോടതികളൊക്കെ പ്രവർത്തിക്കുക? അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഹർജി പോയി കഴിഞ്ഞാൽ പോലീസ് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് കാര്യം. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ പോലീസ് എന്തെങ്കിലും നടപടികൾ എടുക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതിനു മുൻപ് കല്ലറ പൊളിക്കാമോ എന്നതാണ് നമുക്കറിയേണ്ടത്. ഞങ്ങളുടെ പ്രതിനിധി റഹീസ് റഷീദാണ് ഈ വാർത്ത, ഒപ്പം സുനിഷ ഏലൂരും ചേർന്നാണ് ഈ വാർത്ത പുറം ലോകത്തെത്തിച്ചത്. അവരവിടെ തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ നമ്മൾ ആ അമ്മയുമായിട്ടും മകനുമായിട്ടും ഒക്കെ സംസാരിക്കുകയും ചെയ്തു. ഒരു പ്രേക്ഷകൻ എഴുതുന്നു, ഒരു ഭാഗത്ത് ജിന്ന്, മറുഭാഗത്ത് സമാധി, ഇവരൊന്നും 21-ാം നൂറ്റാണ്ടിലല്ലേ അരുൺജി എന്ന് ചോദിക്കുന്നു. അഷ്റഫ് എന്താ പറയുക അല്ലേ?